ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറുമുറായിട്ടുള്ള മുറുക്കാട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലോട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് റവ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റവയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് കുതിർന്ന് വരുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരും കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ട് ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റവ എടുത്ത അതേ അളവിന് തന്നെ അരിപ്പൊടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റവ എടുത്തപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ടെടുക്കാം. നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കുന്ന പൊടിയൊന്നും എടുക്കരുതിട്ട് നമ്മൾ സാധാരണ അപ്പത്തിനും അതേപോലെ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പത്തിരി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തിയാൽ മതി, നല്ല കളറ് കിട്ടും. അപ്പോൾ ഇത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് അരിപ്പൊടിയും കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആകെ നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആകെ 1 കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് സമയം നമ്മളത് ഒന്നും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോ ബോൾസാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ പത്തിരിപ്പലക്കുമ്പോൾ ആക്കി എടുത്താലും മതി കേട്ടോ. അതിലേറെ നല്ലത് ഇതേപോലെ കൗണ്ടർ ടോപ്പിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരേ സൈസിൽ നമുക്ക് ഇതേപോലെ നീളത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് ഷേപ്പാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതേമാതിരി ഓരോ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ റിങ്ങിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ അതിൻ്റെ ജോയിൻ്റ് ഭാഗം നന്നായിട്ട് തന്നെ ജോയിൻ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് ഇതേപോലെ ഒരു ഹോളാക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെ സൗകര്യത്തിനനുസരിച്ച് ആക്കിയെടുക്കുക. അപ്പോൾ അല്ലാതെ ഇതുപോലെ ഞാൻ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെറിയൊരു പീസ് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അറിയാൻ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊലിയോട് കൂടെ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ഇതിലോട്ട് വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മിക്സറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമല്ലോ ഉള്ളിയൊക്കെ. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ റിങ്ങും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിട്ട് കൊടുത്ത ഉടനെ തന്നെ അത് ഇളക്കി എടുക്കരുത് കേട്ടോ. ഇതേപോലെ നമ്മൾ പാൻ ഇളക്കി കൊടുക്കുക, അല്ലാതെ നമ്മൾ കട്ടയൊക്കെ വെച്ചൊന്നും ഇളക്കി കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആവട്ടെ കേട്ടോ. എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ചെറിയൊരു ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ഫ്രൈ ആയി വരാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുറുക്കാണ് കേട്ടത്. നമ്മൾ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാട്ടിൽ എത്രയും ടേസ്റ്റ് ആട്ടോ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി, മുൻഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അത്. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ദിവസമൊക്കെ ഇത് കേട് കൂടാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. മറ്റൊരു പുതിയ ഉപമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.